ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷേഴ്സൊക്കെ യു എയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും, എങ്ങനെയാണ് ജോബ് വേക്കൻസി ഒക്കെ അറിയുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. നമ്മൾ ഫസ്റ്റിലേ വരികയാണെങ്കിൽ നമുക്ക് നല്ല കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാനാണെങ്കിൽ ഞാൻ അക്കൗണ്ട്സിലോട്ടാണ് ജോബ് നോക്കുന്നത്. അപ്പോൾ അക്കൗണ്ട്സിൽ വേക്കൻസി എങ്ങനെയൊക്കെയാണ് അറിയുക, എങ്ങനെയാണ് അത് ഫസ്റ്റിൽ അപ്ലൈ ചെയ്യുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേക്കൻസി എങ്ങനെ അറിയാം, ഇപ്പം ജസ്റ്റ് ഇന്ന് അപ്ഡേറ്റും കാര്യങ്ങളും ഇന്നത്തെ എങ്ങനെയാണ് അറിയുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള വീഡിയോ ആണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. യു എയിലുള്ള കമ്പനീസിൻ്റെ ജോബ് വേക്കൻസി അറിയാനും ജോബിന് അപ്ലൈ ചെയ്യാനൊക്കെ യു എ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത് ലിങ്ക്ഡിനാണ്. ലിങ്ക്ഡിനിൽ പോയിട്ട് നിങ്ങൾ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കോൺടാക്ട് നമ്പർ, മെയിൽ ഐ ഡി ഒക്കെ അതിൽ ജസ്റ്റ് കാണിക്കുക. അതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജോബ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലിങ്ക്ഡിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ലേ ചെയ്യുക കേട്ടോ. അതിൻ്റെ താഴെ ഈ ജോബ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് പോസ്റ്റാണോ നോക്കുന്നത് ആ ഒരു പോസ്റ്റ് എൻ്റർ ചെയ്യുക. ഞാൻ എക്സാമ്പിൾ അക്കൗണ്ട്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അക്കൗണ്ട്സ് ഞാൻ നോക്കിയത് കൊണ്ടാണ്. അക്കൗണ്ട്സിൽ നിന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന ഗ്രീൻ കളറുള്ള ജോബ് അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് 24 hours എന്ന് കാണിക്കുന്നില്ലേ, അത് ചെക്ക് ചെയ്യുന്നത് ഇവിടെ പാസ്റ്റ് വീക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡേറ്റഡ് പോസ്റ്റ് എന്ന് കാണിക്കും. ആ ഡേറ്റഡ് പോസ്റ്റ് പോയിട്ട് വേണം ഈ ജോബിൻ്റെ നേരെ ഈ ഒരു സൈഡിലായിട്ടായിട്ടുണ്ടാവുക. ഈ ഡേറ്റഡ് പോസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഓപ്ഷൻ വരും. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് 24 hours ഉണ്ടാകും. അപ്പോൾ 24 hours ഉള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പാസ്റ്റ് 24 hours എന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ 24 hours ഏതൊക്കെ കമ്പനി എന്തൊക്കെയാണ് ഓപ്പണിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാവും. അക്കൗണ്ട്സിൽ തന്നെ ഒത്തിരി പോസ്റ്റ് ഉണ്ട്. അതിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൽ ഓരോരോ പോസ്റ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് കീവേഡ്സൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇവിടെ ഈസി അപ്ലൈ ആണെന്നില്ലേ, അതിൽ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ സേവ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ജസ്റ്റ് ഒരു അക്കൗണ്ട്, പേയബിൾ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ കണ്ടിന്യൂ അടിച്ചു കൊടുത്താലും നമുക്ക് ഓൾറെഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയും ഒരു എക്സാമ്പിൾ ഇവിടെ വേറൊരു പോസ്റ്റ് നോക്കാം. നമുക്ക് സെയിൽ ഒന്ന് അടിച്ചു നോക്കാം. സെയിൽ അടിച്ചു നോക്കിയാൽ നമുക്കിതുപോലെ തന്നെ അക്കൗണ്ട്സിൽ ജോബ് നോക്കിയപോലെ തന്നെ സെയിൽസിലും ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. അതിൽ ഡേറ്റ് പോസ്റ്റഡ് ഇല്ലേ, അതിൽ പോയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 24 hours ആയി കൊടുക്കുക. 24 hours ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആയിരിക്കും വരിക. അപ്പം നമുക്ക് 1 hour മുന്നുള്ളിൽ 2 hour മുന്നുള്ളിൽ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഏത് പോസ്റ്റ് എങ്കിലും എടുക്കുക. അപ്പം നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുക, കീവേഡ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അതുപോലെ ഈസി അപ്ലൈ എന്ന് കാണിക്കും, അതുപോലെ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ സെയിൽസിൻ്റെ ജോബ് വേക്കൻസിയാണ് കേട്ടോ. അതുപോലെ ഏത് പോസ്റ്റാണോ നോക്കുന്നത് അതിൻ്റെ എല്ലാ ഓപ്പണിങ്ങും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാനും അപ്ലൈ ചെയ്യാനും പറ്റും. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് സെയിൽസ് അതുപോലെ തന്നെ അക്കൗണ്ട്സ് പോസ്റ്റ് അല്ല നോക്കിയത്, നമുക്കിവിടെ എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ കമ്പനി നെയിം അടിച്ച് നോക്കാം. കമ്പനി നെയിം അടിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എക്സാമ്പിൾ DP വേൾഡ് എന്ന് അടിച്ച് കൊടുക്കുക കേട്ടോ. DP വേൾഡ് എന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു DP വേൾഡിലുള്ള എല്ലാ ഓപ്പണിങ്ങും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. നമുക്കതിൽ വെച്ചിട്ട് എവിടെയാണോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏതൊരു പോസ്റ്റിലാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കിയിട്ട് ചെയ്യാം. അതും ഈ ഡേറ്റ് പോസ്റ്റ് ഇടുന്നുള്ള സ്ഥലത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അതിൽ പോയിട്ട് നമുക്ക് അവേഴ്സ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് മനസ്സിലാവും. അതിൽ പോയിട്ട് നമുക്ക് ഓക്കെ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കീവേഡ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അതിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രഷേഴ്സ് ആണെങ്കിൽ അവിടെ ഫ്രഷേഴ്സ് അലൗഡ് എന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഓരോ കമ്പനീസും നമുക്ക് അറിയുന്ന കമ്പനീസും ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ജോബിൻ്റെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കമ്പനീസ് നിങ്ങൾക്ക് അറിയുന്നത് ഡെയിലി വെച്ചിട്ട്, ഇപ്പോൾ ഫ്രഷേഴ്സൊക്കെ ആണെങ്കിൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും മാക്സിമം ഒരു 12 o'clock ഉച്ചയുടെ മുന്നൊക്കെയാണ് എല്ലാവരും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഈ പാസ്റ്റ് 24 hours എന്ന് കാണുന്നില്ലേ, അതിൽ നമ്മൾ പോയി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏത് ടൈമാണ്. ഒരു 2-3 ദിവസം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഏത് ടൈമാണ് അപ്ഡേറ്റ്സ് കൂടുതൽ വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രഷേഴ്സൊക്കെ ജോബ് നോക്കുന്നതാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടാനും ഇൻ്റർവ്യൂ കോൾസൊക്കെ വരാൻ വേണ്ടിയിട്ട്. താങ്ക് യു.